പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 9:15 പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ദൈവം നൽകുന്ന എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. യാക്കോബ് 1:17. നല്ല ദാനമെല്ലാം തികഞ്ഞ വരമെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:25. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്. നാം അതിനൊന്നും ദൈവത്തിന് ഒന്നും കൊടുക്കുന്നില്ല. നാം ശ്വസിക്കുന്നത് ശ്വാസത്തിന് ഒരു ചെറിയ വില നൽകുമ്പോൾ തന്നെ എത്ര അധികമായി അതിന് ചെലവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? റോമർ 8:32. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ള സകലവും തന്നു എന്നർത്ഥം. അവനോടുകൂടെ സകല ദാനവും ചെയ്തിരിക്കുന്നു. സകലവും എന്നതിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിത്യജീവൻ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമർ 6:23. പാപം ശമ്പളം നൽകുന്നു, ദൈവം നൽകുന്നത് കൃപാവരമാണ്. അത് സൗജന്യമായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപാവരം യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. റോമർ 5:12 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ ക്രിസ്തുയേശുവിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദാനമാണ് നിത്യജീവനെന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. മറ്റൊരു ദാനമാണ് രക്ഷ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. എഫേസ്യർ 2:8. ദൈവകൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കപ്പെടും. അങ്ങനെ നിത്യതയിലും രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അത്യുച്ചത്തിൽ പാടും. വെളിപ്പാട് പുസ്തകം 7:10. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ കൃപാവരങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്ന് അത്രയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദാനമെന്നാൽ ദാനമാണ്. അത് വിലയ്ക്ക് വാങ്ങാവുന്നതല്ല. ഒഴിഞ്ഞ കൈകളോടുകൂടെ ദൈവസന്നിധിയിൽ ചെന്ന് വിശ്വാസത്താൽ പ്രാപിച്ചുകൊള്ളുക. മറ്റൊന്നും നാം ചെയ്യേണ്ട